പാലക്കാട് വ്യാപാരി കുഴൽപ്പണക്കാരെന്ന് തെറ്റിദ്ധരിച്ച് വാഹനം കവർന്നു. ഒലവക്കോട് നിന്ന് കാറുമായി നേരെ തൃശൂർ പുതുക്കാട്ടെ ആളൊഴിഞ്ഞ ക്രഷന് സമീപമെത്തി കാർ ആകെ കീറി പരിശോധിച്ചു. പണമില്ലെന്ന് മനസ്സിലായതോടെ കാർ ഉപേക്ഷിച്ച് സംഘം മുങ്ങി. അപ്പോഴാണ് ആള് മാറിയെന്ന് സംഘത്തിന് മനസ്സിലായത്. എന്തായാലും മലപ്പുറം സ്വദേശിയുടെ പരാതിയിൽ അന്വേഷണം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. കുഴൽപ്പണ പൊട്ടിക്കൽ സംഘം ഇത്തരം ദേശീയപാതകൾ സജീവമാകുന്നു എന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ എടുത്തു പറയേണ്ടതാണ്. ഇതിൽ മുൻപിൽ പോകുന്ന കറുത്ത ഇന്നോവ കാറാണ് കുഴൽപ്പണം പൊട്ടിക്കൽ സംഘം തട്ടിയെടുത്തത്. സംഭവം ഇങ്ങനെ: ഈ മാസം 5-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. മലപ്പുറം സ്വദേശിയായ വ്യാപാരിയും സുഹൃത്തും തമിഴ്നാട്ടിലേക്കോ മറ്റോ പോയി മടങ്ങി ഒലവക്കോട് ഭാഗത്തുകൂടി പോകുമ്പോഴാണ് വെളുത്ത എർട്ടിഗ കാറിൽ 4-അംഗ സംഘം പിന്തുടർന്നെത്തുന്നത്. ശേഷം വണ്ടി വട്ടം വെച്ച് നിർത്തി വ്യാപാരിയെയും സുഹൃത്തിനെയും ഭീഷണിപ്പെടുത്തി പുറത്തിറക്കി. ഇവരുടെ പക്കലുള്ള 15,000 രൂപയും ഇന്നോവ കാറും കവർന്നു. നേരെ പോയത് എറണാകുളം ഭാഗത്തേക്ക്. പുതുക്കാട്ട് നിന്ന് തിരിഞ്ഞ് ആളൊഴിഞ്ഞ ക്രഷറിൽ എത്തി വാഹനം മുഴുവൻ കുത്തിക്കീറി പരിശോധിക്കുകയായിരുന്നു. കറുത്ത ഇന്നോവ കാറിൽ കുഴൽപ്പണം കൊണ്ടുപോകുന്നുണ്ടെന്നായിരുന്നു സംഘം ധരിച്ചിരുന്നത്. വണ്ടി മുഴുവൻ പരിശോധിച്ചിട്ടും ഒന്നും കിട്ടാതെ വന്നതോടെ അബദ്ധം മനസ്സിലായി. ഇതോടെ വാഹനം ഉപേക്ഷിച്ച് പ്രതികൾ കടന്നുകളയുകയായിരുന്നു. മലപ്പുറം സ്വദേശിയായ മലഞ്ചരക്ക് വ്യാപാരി ഇതിനകം തന്നെ പാലക്കാട് നോർത്ത് പോലീസിൽ പരാതി നൽകിയിരുന്നു. നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പുതുക്കാട് വാഹനം ഉപേക്ഷിച്ച സ്ഥലത്തേക്ക് പോലീസ് എത്തുന്നത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കുഴൽപ്പണവും സ്വർണവും പൊട്ടിക്കുന്ന ഗുണ്ടാ സംഘങ്ങൾ വ്യാപകമാണ്. എന്തായാലും പോലീസ് ഈ സംഘത്തിൽ ഉൾപ്പെട്ട 4 പേരെ കസ്റ്റഡിയിൽ എടുത്തതായാണ് വിവരം. ഇവരെ ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ വിശദാംശങ്ങൾ പറയാമെന്നാണ് പാലക്കാട് നോർത്ത് പോലീസിന്റെ നിലപാട്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.